സിഹർ നമുക്ക് ബാധിച്ചാൽ അത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? ഒരാൾക്ക് സിഹർ ഏറ്റിട്ടുണ്ട്, അത് മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കും? അതിന്റെ ജവാബ്, സിഹർ അത് പല രൂപത്തിലും നടത്താറുണ്ട്. സിഹർ പല ഇനങ്ങളും ഉണ്ട്. ആ സിഹർ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളെ കൊണ്ടാണ്. മാറാത്ത തലവേദന, അതുപോലെ പെട്ടെന്ന് വേദനകൾ ഉണ്ടാവാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വേദന ഒന്നും കാണാൻ കഴിയില്ല. അങ്ങനെ അതുപോലെ തീരെ ഉറക്കില്ലായ്മ, ഉറങ്ങിക്കഴിയുമ്പോൾ ആരൊക്കെ തന്നെ ഒന്ന് ആക്രമിക്കുക, ആന കുത്താൻ വരുന്നതൊക്കെ കാണാം. അതുപോലെ തലകറക്കം, പിന്നെ വീട്ടിൽ ആരോടും ഒരു നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയാതെ എല്ലാ വിഷയത്തിനും ചൂടാവുക തുടങ്ങി വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജോലിയിലൊക്കെ തട്ടലും മുട്ടലും ഓരോ പ്രശ്നങ്ങളും, ഇങ്ങനെ ഒരുപാട് രൂപങ്ങൾ അതിലുണ്ട്. ഇങ്ങനെ പല വ്യത്യാസങ്ങളും തയ്യറാത്തുകളും നമുക്ക് അനുഭവപ്പെടൽ കൊണ്ട് ഇതുപോലെ സിഹറോ അല്ലെങ്കിൽ കണ്ണേറോ ഒക്കെ ബാധിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്, ഏറ്റിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അത് ഏതാണ് നമുക്ക് ശരിക്കും ഏറ്റത് എന്ന് മനസ്സിലാവണമെങ്കിൽ, വ്യക്തമായി തിരിച്ചറിയണമെങ്കിൽ അതിനെക്കുറിച്ച് നല്ല രൂപത്തിൽ അറിയുന്ന ആലിമീങ്ങളുമായി, സയ്യിദന്മാരുമായി, അസ്മാഅത്തുൽ സമാഅത്ത് ഫന്ന് കൈകാര്യം ചെയ്യുന്നവരുമായി ബന്ധപ്പെടണം. അപ്പോഴാണ് അത് അറിയാൻ കഴിയുക. അപ്പൊ ബാത്തിലാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ച് അത് ബാത്തിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ശർറുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മെ തൊട്ട് തീരുകയും ചെയ്യും. ഒരാൾക്കും ഒരു കാരണവശാലും സിഹർ ചെയ്യാൻ പാടില്ല. അത് വൻദോഷങ്ങളിൽ പെട്ടതാണ്. ഓഹ്താല എല്ലാവിധ സാഹചര്യങ്ങളെ സിഹറിൽ നിന്ന്, ആയിര്യങ്ങൾ അയിലിൽ നിന്ന് നമ്മയും കുടുംബത്തെയും ഒക്കെ സലാമത്താക്കുമാറാവട്ടെ.